preparations regarding DHL. ഇങ്ങനൊരു വീഡിയോ ലൈക്ക് റിക്വസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. മേ ബി കുറച്ച് പേരത് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തത്. ദിസ് വിൽ നോട്ട് ബി എ ലോങ് വീഡിയോ. ഞാൻ എന്തൊക്കെ ചെയ്തു, ഐ എം നോട്ട് ടെല്ലിങ് വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്. ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, ഈ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളതായിരിക്കും ഇതിനകത്ത് പറയുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ക്യാൻ ഹെൽപ്പ് യു ഗൈസ്. സോ കുറച്ച് പേർക്ക് മെസ്സേജ് ചോദിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു വീഡിയോ. അപ്പോൾ ഇതാ അങ്ങനെ ഒരു വീഡിയോ ആണ്. ഇറ്റ്സ് വെരി ഷോർട്ട് വീഡിയോ വാട്ട് ഐ ഡിഡ് ഫോർ മൈ യു എക്സാംസ്. ഞാൻ തുടങ്ങിയത് തന്നെ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ലേണിംഗ് വിത്ത് ദാറ്റ് ഡെൻറ്റോകൾസ് ബുക്ക്. പിന്നെ നടന്നത് എന്താണെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. എനിക്ക് പഠിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ വന്ന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാരിങ്ങനെ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. ഒരുപാട് നമുക്കറിയാം ഈ BDS എന്ന് പറയുന്നത് ഒരു ഭയങ്കര വാസ്റ്റ് സബ്ജക്റ്റാണ്. ഇൻ ബിറ്റ്വീൻ എല്ലാവരുടെയും ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ തിങ്ക് 32 പല്ലല്ലേ പഠിക്കാനുള്ളൂ, അത്രയാണോ പഠിക്കാനുള്ളത്? യു ഗൈസ് നോ. അപ്പം അത് മാത്രമല്ലേ പഠിക്കാനുള്ളൂ. അപ്പം ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി എന്നാണ് എല്ലാവരുടെയും വിചാരം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. മേ ബി എൻ്റെ ബ്രില്യൻസ് ലെവൽ കൊണ്ടായിരിക്കാം, മേ ബി അങ്ങനെ ആയിരിക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇതിന് വേണ്ടിയിട്ട്, കാരണം അങ്ങനെ അത്ര എളുപ്പമുള്ളതായിരുന്നെങ്കിൽ പല ഡോക്ടേഴ്സും ഇവിടെ വന്ന് എക്സാംസ് ചെയ്തിട്ട് പാസ്സാവാതിരിക്കില്ല. ഐ ഹാവ് മെസ്സേജസ് ഇപ്പോഴും എൻ്റെ DM കിടപ്പുണ്ട്. 1, 2 തവണ എക്സാം എഴുതിയിട്ട് പാസ്സാവാതെ ഇനി 3ാമത്തെ ചാൻസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ് അല്ലേ, അപ്പം അതിനെങ്ങനെയെങ്കിലും പ്രിപ്പയർ ചെയ്യാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന ഡോക്ടേഴ്സിനെ എനിക്കറിയാം. സോ അപ്പം അത്രയും എളുപ്പമാണെങ്കിൽ, അത്രക്കുമായിട്ട് ഈസി ആണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. സോ കുറച്ച് ലെഗ് ഫാക്ടർ ഉണ്ട്. നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഷഫിളായിട്ട് വരുമ്പം കുറച്ചും കൂടെ നമുക്ക് നമ്മൾക്ക് അറിയുന്ന ലെവലിലേക്ക് ആയിരിക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ ആ ഒരു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. കാരണം നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ളത്, എന്തൊക്കെയാണ് UAE എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ നമ്മൾ അങ്ങനെ ഡീറ്റെയിലൊക്കെ പോകുന്നില്ല. അപ്പം കമ്മിങ് ടു ദ പോയിന്റ്, നമ്മൾ ഇന്ന് പറയുന്നതിൽ ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്നാണ്. സോ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ആക്ച്വലി വിത്ത് ഡെൻറ്റോഗൾഫ് ബുക്ക് വെച്ചിട്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഐ കുഡിൻ കണ്ടിന്യൂ വിത്ത് ലേണിംഗ്. ആദ്യം ഞാൻ വിചാരിച്ചു അത് മാത്രം മതിയായിരിക്കും, കാരണം എനിക്ക് ഗൈഡൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഉണ്ടായിരുന്നില്ല. കോച്ചിങ്ങിനൊക്കെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഐ ഫൗണ്ട് സം കോച്ചിങ് സെൻറ്റർ. അപ്പം ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. എൻ്റെ കോച്ചിങ് സെൻറ്റർ ഏതാണ്, ഞാൻ എവിടുന്നാണ് പഠിച്ചതെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച കോച്ചിങ് സെൻറ്ററിൻ്റെയും ഇപ്പം എന്നെ പഠിപ്പിച്ച ഡെൻറ്റിസ്റ്റ് ഹു ഈസ് ഡൂയിങ് ഹെർ ഓൺ കോച്ചിങ് സെൻറ്റർ, അപ്പോൾ അവരുടെ പേജും രണ്ടും ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാം. എനിക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ട് തോന്നുന്നത് ഗോ വിത്ത് ദാറ്റ് വൺ. അപ്പം ഞാൻ അതും കൂടെ ടാഗ് ചെയ്യുന്നുണ്ട്. സോ ദെൻ നെക്സ്റ്റ് കമ്മിങ്. അപ്പം ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരു കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു, 1 മന്തിൻ്റെ കോച്ചിങ്. അതിൻ്റെ കൂടെ തന്നെ പലർക്കും അറിയായിരിക്കും ഇവിടെ ഡെൻറ്റൽ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം അത് ഈ GCC കൺട്രീസിനൊക്കെ ബേസ് ചെയ്തിട്ട് നടക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ലൈക്ക് നമുക്ക് അതിനെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു $US ഇത്ര $USD അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. അതിൽ 7 days ഉണ്ട്, ഐ ഹോപ്പ് സോ, ലൈക്ക് 1 month ഉണ്ട്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 28 days 1 month അല്ല 28 days, ഞാൻ അങ്ങനെ റിക്ലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആ 28 days ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് വരുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ബാങ്കാണ്, നല്ല കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള ഈ ഡെൻറ്റോഗൾഫ് പോലുള്ള ബുക്കിൽ കുറേ മിസ്റ്റേക്സ് വരുന്നുണ്ട്. എനിക്കറിയില്ല പലരും അത് നോട്ട് ചെയ്തിട്ടുണ്ടോ. നമുക്ക് ഈ സർക്കുലേറ്റ് ആയിട്ട് വരുന്ന PDF-കളിലും അതേപോലെ ഈ ഡെൻറ്റോഗൾഫ് ബുക്കിലൊക്കെ പല തരത്തിലുള്ള മിസ്റ്റേക്സ് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കമ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്താണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഡെൻറ്റോഗൾഫ് ഞാൻ വിട്ടത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനത് വിട്ടത് അതുകൊണ്ടാണ്. ഞാൻ ഡിഗ്രേഡ് ചെയ്യും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ് കുറേ ക്വസ്റ്റ്യൻസ് അതിനകത്ത് മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡെൻറ്റോഗൾഫ് ഫസ്റ്റ് തന്നെ റിമൂവ് ചെയ്തു. ആൻഡ് കുറേ PDFs, ഒരുപാട് PDFs നാം കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച സമയത്ത് നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും റെഫർ ചെയ്യാൻ പോയിട്ടില്ല, കാരണം കുറേ ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്സും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നതിലും ബെറ്റർ നമ്മൾ എന്താണോ പഠിച്ചത് അത് വെച്ചിട്ട് ചെയ്യുന്നതല്ലേ. ഈ കോച്ചിങ് സെൻറ്റർ എടുത്തതിൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ കോച്ചിങ് സെൻറ്ററിൽ നമ്മൾ എവിടെയാണോ പോർഷൻ വൈസ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ പഠിക്കാനുള്ളത് അത് മാത്രമാണ് അവർ കമ്പോസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. കുറേ
4 ഇയേഴ്സ് പഠിച്ചത് മൊത്തമായിട്ട് കംപ്രസ് ചെയ്തിട്ട് എവിടെയാണോ വേണ്ട കാര്യങ്ങൾ അത് മാത്രമാണ് എടുത്ത് പഠിപ്പിക്കുന്നത്. നമുക്ക് ഒരുപാടുള്ളതുപോലെ തോന്നില്ല, കാരണം നമുക്ക് ഒരുപാട് ഇരുന്ന് പിന്നെയും ആ ഒരു ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കാനുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്, പ്രിപ്പറേഷൻസ് അത്രയും പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം കംപ്രസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. സോ 1 മന്ത് കോച്ചിങ് എടുത്തു. 1 മന്ത് കോച്ചിങ്ങിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു വെച്ചാൽ മോർണിംഗ് ടു ഈവനിങ് വരെ കോച്ചിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റിംഗ് പാറ്റേൺ ആയിരുന്നു മാം നമുക്ക് വായിച്ചു തരും. പിന്നെ അതേപോലെ ഇൻ ബിറ്റ്വീൻ എക്സാംസും കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മോർണിംഗ് ടു ഈവനിങ് ഇത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കോച്ചിങ്. അതേസമയം ഈഡൻറ്റൽ പോർട്ടൽ വെച്ചിട്ട് നൈറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തത് ഇതിപ്പം നമ്മൾ ഈ കോച്ചിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ തിയറിയിൽ കുറച്ച് തറവാകും. സോ നമ്മൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈഡൻറ്റൽ പോർട്ടൽ എടുക്കുന്ന സമയത്ത് അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പം നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈഡൻറ്റൽ പോർട്ടൽ എടുക്കണമെന്ന് നിർബന്ധമില്ല, കോച്ചിങ് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇറ്റ്സ് ഓൾ അപ് ടു യു. ഞാൻ എങ്ങനെ ചെയ്തതെന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നുള്ളത്. ഓക്കെ, സോ തിയറി മോർണിംഗിലും തിയറി മോർണിംഗ് ടു ഈവനിങ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. നൈറ്റ് ഫുള്ള് ഈഡൻറ്റൽ പോർട്ടൽ വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഞാൻ ഇത് അറ്റ് എ ടൈം ആയിരുന്നു, ഏകദേശം അറ്റ് എ ടൈം ആയിരുന്നു ഈഡൻറ്റൽ പോർട്ടലാണെങ്കിലും കോച്ചിങ് ആണെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സാമിൻ്റെ ഒരു 2 ഡേയ്സ് വരെ എനിക്ക് ഈഡൻറ്റൽ പോർട്ടലിലെ സബ്സ്ക്രിപ്ഷൻ ഞാൻ ആ പ്ലാനിങ്ങിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ കോച്ചിങ് കഴിഞ്ഞു. ഒരു 1 വീക്ക് ഗ്യാപ്പിൻ്റെ ഇടയിലാണ് ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തത്. അപ്പം നമ്മളിപ്പം 2025 പ്രിപ്പയർ ചെയ്യുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ആ ഒരു ഇയറിൽ തന്നെ എക്സാം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇപ്പം 2025 നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, ഡിസംബർ ആയിട്ട് നമ്മൾ എക്സാം കൊടുത്തില്ല. 26 ജനുവരിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ചിലപ്പം ഇവിടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത് ജാനിലാണ്. നെക്സ്റ്റ് ഇയർ കമ്മിങ് ഇയറിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരും. നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ പാറ്റേണും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ളത് ആ കഴിഞ്ഞ് പോയ ഇയറിലായിരിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു കാര്യം. അപ്പം പ്രിപ്പയർ ചെയ്തു എന്നുള്ളതിനാണെങ്കിൽ നമ്മൾ ഡേറ്റ് എടുക്കുക. റീസെൻ്റ് ആയിട്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ ലാഗ് ചെയ്തിട്ടില്ല, കാരണം എനിക്കറിയാം, കാരണം ആ ഒരു ടച്ചും കാര്യങ്ങളും വിട്ടുപോയാൽ നമുക്ക് പാടായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എക്സാം ഡേറ്റ് എടുത്തായിരുന്നു. എൻ്റെ എക്സാം ഡേറ്റിൻ്റെ 2 ദിവസം മുന്നെയാണ് ഈഡൻറ്റൽ പോർട്ടലിൻ്റെ സബ്സ്ക്രിപ്ഷനും കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ എക്സാം കൊടുത്തു. പിന്നെ നാട്ടിലെ എക്സാം സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രവും ബാംഗ്ലൂരുമാണ് നമുക്ക് അടുത്തായിട്ടുള്ളത്. സോ അങ്ങനെ അത് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് എക്സാം സെൻറ്റർ എടുത്തത്. കാരണം നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്നതും ട്രിവാൻഡ്രം പോകുന്നതിലും ബെറ്റർ എനിക്ക് ഇവിടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് എക്സാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അൽഹംദുലില്ലാ എവറിത്തിങ് വെന്റ് വെൽ. നല്ല എക്സാമും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ലൈക്ക് ഞാൻ മെയിൻലി ഞാൻ തിയറിയിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്തത്. അതിൻ്റെ ഒരു ഗുണം എനിക്ക് എക്സാമിന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഷഫ്ലിങ്ങും കാര്യങ്ങളുമാണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഒരാൾക്ക് കിട്ടിയത് തന്നെ മറ്റൊരാൾക്ക് കിട്ടണമെന്നില്ല. സെയിം സിസ്റ്റത്തിൽ മറ്റൊരാൾ വന്നിരുന്നാൽ പോലും ആ ആൾക്ക് കിട്ടുന്നത് ഞാൻ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, അത്രയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതെങ്ങനെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ കോച്ചിങ്ങിൽ പഠിച്ച ആൾക്കാരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ എക്സാം കഴിഞ്ഞ ഒരാളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, ഈ എക്സാം കൊടുത്തു പാസ്സായെന്നൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാം കൊടുക്കാൻ പോകുന്നവരും. പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ച ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് സിമിലർ ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, കുറേ കാലത്തെ കളക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഷഫിൾ ചെയ്തിട്ട് വരുന്നതുകൊണ്ട് പ്യൂർലി ലെക്കാണോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്ത ഏരിയ തന്നെ വരണം, അങ്ങനെയുണ്ട്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ്ലി തറോ ആയാലും നമുക്ക് ആ ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ DHA ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് MOH പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. കംപ്ലീറ്റ്ലി ക്ലിനിക്കൽ പാർട്ടായിരുന്നു. നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടില്ല അങ്ങനെയാണ് വരുന്നത്. നമുക്ക് സിംഗിൾ ലൈൻസ് ക്വസ്റ്റ്യൻസ്, എനിക്ക് എക്സാക്ട്ലി ഒരു പാരഗ്രാഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എന്തോ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റി. അപ്പം എക്സാമിൻ്റെ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ അറിയുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് പിന്നെ കൊടുത്തു പോയി. ലാസ്റ്റ് പിന്നെയും റിവേഴ്സിൽ വന്നിട്ട് പിന്നെയും നമുക്ക് ആ ഒരു റീഡിങ്ങിനുള്ള ടൈം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ, കാരണം നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസിന് 3 hours അല്ലേ കിട്ടുന്നുള്ളൂ. അപ്പം 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 hours ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അത് അത്രയും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈം മാനേജ്മെൻറ്റ് മസ്റ്റാണ്. അപ്പോൾ അത് കോച്ചിങ് സെൻറ്ററിൽ അതേപോലെ തന്നെ ഈഡൻറ്റൽ പോർട്ടലും എടുത്തുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അവർ കുറച്ചുകൂടെ ടൈം വെച്ചിട്ടാണ് നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ തരുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഈഡൻറ്റൽ പോർട്ടലിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ടൈം മാനേജ്മെൻറ്റും കൂടെ പഠിക്കും.
അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റിക്ക് ഓൺ ടു യുവർ തിയറി പാർട്ട്. അതാണ് ഏറ്റവും മെയിനായിട്ട്. നിങ്ങളിപ്പം ഈ ഡെൻ്റൽ പോർട്ടൽ എടുത്തില്ലെങ്കിലും ഈ കോച്ചിങ് സെൻറ്റർ എടുത്തിട്ടില്ലെങ്കിലും എവിടുന്നാണ് എങ്ങനെയാണ് തുടങ്ങാമെന്ന് അറിയാത്ത കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് ഈ തിയറി ക്ലാസ് എടുക്കുന്നതാണ്. അതിന് കൂടെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഡെൻ്റൽ പോർട്ടൽ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ PDF ഒന്നും പോകണ്ട. ഈവൻ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് ഒരുപാട് PDF കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനൊന്നും ടച്ച് ചെയ്തിട്ടില്ല. കാരണം 1-2 PDF റൺ ത്രൂ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിട്ട്, കാരണം നമ്മൾ ഒരു സ്ഥലത്ത് പഠിച്ചത് അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനൊന്നും പഠിച്ചില്ല. ഞാൻ വന്നതിന് ശേഷം എക്സാം ചെയ്തതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ സെയിം തിങ് ആണ്. ഞാൻ PDF നോക്കണ്ട, അതിനുള്ള ടൈമും ഉണ്ടാവില്ല, നമുക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തിയറിയും ഈ ഡെൻ്റൽ പോർട്ടൽ തന്നെ മതി, ധാരാളം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സ്റ്റഡി മെറ്റീരിയൽ ഇങ്ങനെയാണ്. എൻ്റെ അടുത്തുള്ള സ്റ്റഡി മെറ്റീരിയൽ ലൈക്ക് ഒരു 2-3 ഇയേഴ്സ് ഓൾഡാണ്. അപ്പം അത് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിക്കൊള്ളണം എന്നില്ല, കാരണം അതിനകത്ത് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പം മേ ബി അത് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ മേ ബി ഐ ക്യാൻ ടേക്ക് സ്ക്രീൻഷോട്ടോ സംതിങ് ലൈക്ക് ഫോട്ടോസ്, കാരണം അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ബുക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വലിയ വലിയ PDF കാര്യങ്ങളോ ആക്കിയിട്ട് അയക്കേണ്ടി വരും. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ അങ്ങനെയായിരിക്കും, ഒരു കോച്ചിങ് എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും. അപ്പം ഐ ഹോപ്പ് ഇത് കുറേ ഭയങ്കരമായിട്ട് ലോങ് ആയിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. ഈ സപ്പോസ് ഇതിനകത്ത് വരാത്ത ടോപ്പിക് ആണെങ്കിൽ ഞാൻ ഒരു ടോപ്പിക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഞാൻ ഇങ്ങനെ ഇതിനകത്ത് ഒരുപാട് തപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും കൊണ്ടല്ല ഞാൻ അത്രയധികം ആക്റ്റീവോ കാര്യങ്ങളോ അല്ല. എനിക്ക് തോന്നുന്നു ഒരു 4-5 മന്ത്സ് മുന്നേ ഇട്ട വീഡിയോ ആണ് മുന്നേ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാന്ന് തോന്നുന്നു പലരും ഇംഗ്ലീഷിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മേ ബി ഐ വിൽ ട്രൈ. എനിക്ക് കമൻറ്റ് ചെയ്യുമോ, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുമോ, നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ മേ ബി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഐ വിൽ ഡു. ഞാൻ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ വ്ളോഗ്സ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു പീപ്പിൾ നെഗ്ലക്റ്റ് ഇറ്റ്. കാരണം അതെനിക്ക് തിരുത്താൻ മേ ബി ഇങ്ങനെ യൂസ് ടു ആകുമ്പോഴായിരിക്കും തിരുത്താൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ യു നെഗ്ലക്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കാം. പിന്നെ സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ കുറച്ച് സ്പീഡാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറ്. മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പീഡിലിട്ടിട്ട് കാണാം. അപ്പോൾ മുഴുവനായിട്ട് കാണുക. കാരണം ഇതിനകത്ത് ഞാൻ പറയാത്ത കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വീഡിയോ ചെയ്യാം ഞാൻ ഇൻഷാല്ലാ. ഐ ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു. ഞാൻ പറഞ്ഞതുപോലെ ഐ പ്രോമിസ് യു, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം. വേണമെങ്കിൽ ഈ ഡെൻ്റൽ പോർട്ടലിൻ്റെയും ലിങ്ക് താഴെ ഇട്ടേക്കാം. ഞാൻ പഠിച്ച കോച്ചിങ് സെൻറ്ററിൻ്റെ ഇട്ടേക്കാം. യു പീപ്പിൾ ഗൈസ് ഗോ ടു ദാറ്റ് പേജ് ആൻഡ് റെഫർ. ലൈക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഗോ വിത്ത് ദാറ്റ്. അതർവൈസ് പ്രിപ്പയർ ബൈ യുവർ സെൽഫ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.